ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൽഫാം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അൽഫാം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു ചിക്കൻ 8 പീസാക്കിയതിൽ 6 പീസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് കുതിർക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറ്റൽമുളകും 15 അല്ലി വെളുത്തുള്ളിയും കുറച്ചധികം മല്ലിച്ചപ്പും ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 1 സ്പൂൺ മുളക് പൊടിയും ഒരു 4-5 സ്പൂണോളം ഒലീവ് ഓയിലും, ഒലിവ് ഓയിൽ തന്നെ നിർബന്ധമല്ല, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസ് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നാലേ മസാല എല്ലാം ഇറച്ചിയിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി നമ്മൾ അരച്ചെടുത്ത മസാല എല്ലാം ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് തന്നെ 2-3 മിനിറ്റ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് സ്മോക്ക് ചെയ്യിപ്പിക്കണം. അതിനായിട്ട് കണൽ ഇട്ടിട്ട് ഒന്ന് പുകയിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് അടക്കുക. അപ്പോൾ ആ ഒരു പുകയുടെ ഒരു ഫ്ലേവർ നമ്മളെ ചിക്കനിലേക്ക് നല്ലോണം ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് മസാല പുരട്ടി വെച്ചത്. രാത്രി മസാല പുരട്ടിയെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇനി അത് ഗ്രില്ലിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി അത് 180-ലോ 200 ഡിഗ്രിയിലോ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ടൈം വെച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കുക, കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ടൈം വെച്ചാൽ നമ്മൾ മേൽഭാഗം മാത്രം ക്രിസ്പി ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണ തേച്ചെടുത്തിട്ട് ഇനി അത് ഓവനിലേക്ക് തന്നെ മാറ്റുക. ചിക്കൻ കുക്കായതിന് ശേഷം നമുക്ക് അൽഫാം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അൽഫാമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.